യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് യാത്ര എന്നും ചെലവേറിയതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കുമുണ്ട്. ഒരു പരിധിവരെ ശരിയാണെങ്കിലും ചില സൂത്രപ്പണികൾ അറിഞ്ഞിരുന്നാൽ പിന്നെ ഈ പേടി വേണ്ട. ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ലാഭത്തിൽ ബുക്ക് ചെയ്യാനുള്ള ചില ഗംഭീര ടിപ്സുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ ട്രാവൽ ടെക്നോളജി കമ്പനിയായ എക്സ്പീഡിയ പുറത്തുവിട്ട 2025 എയർ ഹാക്സ് റിപ്പോർട്ട്. ലാഭത്തിൽ ടിക്കറ്റ് ലഭിക്കുന്ന മാസം, ദിവസം എന്നിവ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഇൻഡെപ്ത് ഇന്ന് സംസാരിക്കുന്നത്. സ്വാഗതം. ഇതുവരെ കരുതിയിരുന്ന പല ധാരണകളെ മാറ്റിമറിക്കുന്നതാണ് 2025 എയർ ഹാക്സ് റിപ്പോർട്ട്. വിമാനയാത്രയ്ക്കുള്ള ഏറ്റവും അനുയോജ്യമായ സമയം, എപ്പോൾ ബുക്ക് ചെയ്യണം, ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റുകൾ എങ്ങനെ നേടാം എന്നിങ്ങനെ മിക്കവാറും തേടി നടന്ന ഉത്തരങ്ങളാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. എയർലൈൻസ് റിപ്പോർട്ടിംഗ് കോർപ്പറേഷൻ ഡാറ്റയുടെ പിൻബലത്തിലുള്ള പഠനമായതുകൊണ്ട് തന്നെ റിപ്പോർട്ടിന് വിശ്വാസ്യതയും ഏറെയാണ്. വിമാനയാത്രയ്ക്ക് തിരഞ്ഞെടുക്കേണ്ട ഏറ്റവും നല്ല സമയം, അതായത് സീസൺ, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണെന്നാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. ശൈത്യകാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ കീശ കാലിയാകാതെ ടിക്കറ്റ് എടുക്കാൻ വേനൽക്കാലം തന്നെയാണ് ബെസ്റ്റ്. ഇനി ലാഭത്തിൽ ടിക്കറ്റ് എടുക്കാനുള്ള ദിവസം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത് വെള്ളിയാഴ്ച എന്നാണ്. പക്ഷെ അത് തെറ്റാണെന്നാണ് 2025 എയർ ഹാക്സ് റിപ്പോർട്ട് പറയുന്നത്. ആഭ്യന്തര വിമാനയാത്രകളാണെങ്കിൽ ഞായറാഴ്ച ബുക്ക് ചെയ്യുന്നതിലൂടെ 6% വരെ ലാഭമുണ്ടാകുമെന്നാണ് പഠനം ചൂണ്ടിക്കാട്ടുന്നത്. അന്താരാഷ്ട്ര ട്രിപ്പാണെങ്കിൽ അത് 17% വരെ ഉയർന്നേക്കും. തിങ്കൾ, വെള്ളി തുടങ്ങിയ ദിവസങ്ങളാണ് ടിക്കറ്റ് ബുക്കിങ്ങിന് ഏറ്റവും ചെലവേറിയ ദിവസങ്ങളായി പഠനം പറയുന്നത്. ബുക്ക് ചെയ്യാനുള്ള ദിവസം മാത്രമല്ല, യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ദിവസവും പ്രധാനമാണ്. ഞായറാഴ്ചയ്ക്ക് പകരം വ്യാഴാഴ്ച ഒക്കെയാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നമുക്ക് വലിയ ലാഭം നേടിത്തരുമെന്നാണ് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വാദിക്കുന്നത്. ആഭ്യന്തര യാത്രയ്ക്കാണെങ്കിൽ ശനിയാഴ്ചയും, രാജ്യാന്തര ട്രിപ്പാണെങ്കിൽ വ്യാഴാഴ്ചയുമാണ് ബെസ്റ്റ്. കാലങ്ങളായി ഓഗസ്റ്റ് മാസത്തെ വിമാനയാത്രകൾ യാത്രക്കാർക്കൊരു പേടി സ്വപ്നമാണ്. പീക്ക് സീസൺ ആണെന്ന ആ ധാരണയും തകർത്തെറിയുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഓഗസ്റ്റ് മാസത്തിൽ വിമാനയാത്ര ചെയ്യുന്നത് ലാഭമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഫെബ്രുവരിയിലും മാർച്ചിലുമാണ് ടിക്കറ്റ് ചാർജ് കൂടുതലെന്നും റിപ്പോർട്ട് കണ്ടെത്തുന്നു. നിങ്ങൾ രാജ്യത്തിനകത്ത് തന്നെ കറങ്ങാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ 34 മുതൽ 86 ദിവസം മുൻപ് ടിക്കറ്റ് എടുത്താൽ അധികം ചെലവില്ലാതെ കാര്യങ്ങൾ നടത്താനാകും. എന്നാൽ അന്താരാഷ്ട്ര യാത്രകളിലേക്ക് വരുമ്പോൾ 18-നും 29-നും ഇടയിലാണ് അനുയോജ്യ സമയം. അങ്ങനെ ചെയ്യുന്നതിലൂടെ 24% വരെ ലാഭമുണ്ടാക്കാം. കൂടുതൽ കിട്ടിയേക്കുമെന്ന് കരുതി 4 മാസം മുൻപൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വിരുദ്ധരും നമുക്കിടയിലുണ്ട്. പക്ഷെ അത് അത്ര നല്ലതായിരിക്കില്ല എന്നാണ് എയർ ഹാക്സ് പറയുന്നത്. ടിക്കറ്റ് നിരക്കുകൾ എപ്പോഴും ഓരോ വർഷവും ഉയരുകയാണെന്ന പൊതുധാരണയും പൊളിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട്. ഡൊമസ്റ്റിക് വിമാനങ്ങളുടെ ഇക്കോണമി സീറ്റ് നിരക്കുകൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 1% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര വിമാനങ്ങളിലാണെങ്കിൽ ആ ഇടിവ് 4%-ഓളമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് അമേരിക്കയിലെ വിമാനയാത്രികരെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പറഞ്ഞതിലെ ചില കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. skyscanner.com, kayak.com, hopper.com തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വിമാന ടിക്കറ്റ് നിരക്കുകൾ താരതമ്യം ചെയ്യുന്നതും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കാൻ സഹായിക്കും. അപ്പോൾ ഹാപ്പി ജേർണി.